ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടു ബി ആൻഡ് ബീയിങ്. ടു ബി ആൻഡ് ബീയിങ് എന്നത് ബി എന്ന വേർബിൻ്റെ രണ്ട് ഫോംസ് ആണ്. ടു ബി എന്നത് ഇൻഫിനിറ്റീവ് ഫോം ആണ്, ടു ചേർത്തിട്ടുള്ള ഫോം. ബീയിങ് എന്നത് ബി എന്ന വേർബിൻ്റെ ING ഫോം ചേർത്തിട്ടുള്ള ഫോം, അല്ലെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതല്ലെങ്കിൽ ജെറൻഡ് എന്ന് പറയാം. ടു ബി എന്നതിൻ്റെയും ബീയിങ് എന്നതിൻ്റെയും മീനിങ് മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ, മലയാളത്തിൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ആയിരിക്കുക, ആകുക എന്നൊക്കെയാണ് മീനിങ്. പക്ഷേ അത് ഉപയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷീ എൻജോയ്സ് ബീയിങ് എ ടീച്ചർ. അവൾ എൻജോയ് ചെയ്യുന്നു ബീയിങ് എ ടീച്ചർ, ടീച്ചർ ആയിരിക്കുക എന്ന ഒരവസ്ഥ അവൾ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അവളൊരു ടീച്ചറാണ്. ഷീ എൻജോയ്സ് ബീയിങ് എ ടീച്ചർ. ഇവിടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ആണ് പറയുന്നത്. ഇതിന് പകരം ഷീ ലൈക്സ് ടു ബി എ ടീച്ചർ എന്ന് പറഞ്ഞാലോ, അവൾ ഒരു ടീച്ചർ ആകാൻ ഇഷ്ടപ്പെടുന്നു. അത് ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആകാൻ അവൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു ഫ്യൂച്ചറിലെ ഒരു പേർപ്പസ് അതല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഒരു ഇൻറ്റൻഷൻ, ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു പ്ലാൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഐ ലൈക്ക് ടു ബി എ ടീച്ചർ, ഷീ ലൈക്സ് ടു ബി എ ടീച്ചർ, ഹീ വാണ്ട്സ് ടു ബി എ ടീച്ചർ എന്നൊക്കെ. ഷീ ഓൾവേസ് ലൈക്സ് ടു ബി വിത്ത് ഹെർ ഫാമിലി. അവൾ എപ്പോഴും അവളുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവിടെയും ടു ബി ഉപയോഗിച്ചു. നമുക്ക് അങ്ങനെയാണ് നമ്മളുടെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സംതിങ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയില്ലേ, അപ്പോഴും നമുക്ക് ടു ബി ഉപയോഗിക്കാം. ഷീ ഈസ് ലൈക്ലി ടു ബി സെലക്റ്റഡ് ഫോർ ദ ജോബ്. അവൾ ആ ജോലിക്ക് സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഷീ ഈസ് ലൈക്ലി ടു ബി സെലക്റ്റഡ് ഫോർ ദ ജോബ്. ഇവിടെ ഇതൊരു പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. സെലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരാണ് അവളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷീ ഈസ് ലൈക്ലി ടു ബി സെലക്റ്റഡ് ഫോർ ദ ജോബ് എന്നത് അവൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവാർഡഡ്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അത് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരാണ് അവാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അവാർഡ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്, അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവാർഡഡ്. ഇതും പാസീവ് വോയിസ് സെൻറ്റൻസ് തന്നെയാണ്. ഇൻസ്ട്രക്ഷൻസ്, ഇൻഫർമേഷൻ, ഓർഡർ. ഒരാളോട് ഒരു ഇൻസ്ട്രക്ഷൻ്റെ രീതിയിൽ എന്തെങ്കിലും പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ, ഒരു വിവരം പാസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ടു ബി ഉപയോഗിക്കാം. ദ മീറ്റിംഗ് ഈസ് ടു ബി ഹെൽഡ് ടുമാറോ. ആ മീറ്റിംഗ് ഇവിടെ നാളെ നടത്തപ്പെടേണ്ടതാണ്. ആ മീറ്റിംഗ് നാളെ നടത്തപ്പെടേണ്ടതാണ്. ദ മീറ്റിംഗ് ഈസ് ടു ബി ഹെൽഡ് ടുമാറോ. ഇതും പാസീവ് വോയിസ് സെൻറ്റൻസ് തന്നെ. അത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. ടുമാറോ എന്നല്ലേ പറയുന്നത്. ഇനി ബീയിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബീയിങ് എന്നത് ഒരു ജെറൻഡ് ആണ്. ING ഫോം ബീയിനോട് ചേർത്തിട്ട് ഉണ്ടാകുന്ന ഫോം. ബീയിങ് എ ടീച്ചർ ഈസ് എ റിവാർഡിങ് പൊസിഷൻ. ടീച്ചർ ആയിരിക്കുക എന്ന ഒരു അവസ്ഥ, അത് വളരെ റിവാർഡിങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്, വളരെ നല്ല ഒരു പൊസിഷനാണ് എന്നർത്ഥം. അപ്പോൾ ബീയിങ് എ ടീച്ചർ, ടീച്ചർ ആയിരിക്കുന്ന അവസ്ഥ, പ്രസൻറ്റ് മൊമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ടെല്ലിങ് എ സ്റ്റേറ്റ് ഓർ സിറ്റുവേഷൻ. ഷീ എൻജോയ്സ് ബീയിങ് എ ടീച്ചർ. അവൾ എൻജോയ് ചെയ്യുന്നു, ടീച്ചറായിരിക്കുന്ന ഒരു അവസ്ഥ അവൾ എൻജോയ് ചെയ്യുന്നു. ഓൺ ഗോയിങ് സ്റ്റേറ്റ് ഓർ സിറ്റുവേഷൻ. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ, അവിടെയും നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ് ബൈ ഹെർ ബോസ് ഫോർ മിസ്സിംഗ് ദ ഡെഡ് ലൈൻ. സമയപരിധി മിസ്സായതിന്, സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിന് ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ് ബൈ ഹെർ ബോസ് ഫോർ മിസ്സിംഗ് ദ ഡെഡ് ലൈൻ. അവൾ പേടിച്ചിരിക്കുകയാണ് അവൾ
ഷീ ഈസ് എഫ്രൈഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ്. ബീയിങ് സ്കോൾഡഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് ബീയിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബീയിങ് സ്കോൾഡഡ്. കണ്ടിന്യൂസ് ടെൻസിലെ ഒരു പാസീവ് ഫോം ആണ് അത്. കോസ് അല്ലെങ്കിൽ റീസൺ അത് കാണിക്കുന്നതിനും ബീയിങ് ഉപയോഗിക്കാം. ബീയിങ് എ ടീച്ചർ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഒരു ടീച്ചർ ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അത്. ബീയിങ് എ ടീച്ചർ എന്നത് അവിടെ കാരണം കാണിക്കാൻ ആണ് പറയുന്നത്. അപ്പോൾ ബീയിങ് എങ്ങനെ എവിടെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായി. ടു ബി എവിടെ ഉപയോഗിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞു ഇല്ലേ? ഐ ലൈക്ക് ടു ബി റിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ റിച്ച് ആകാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു ഇൻറ്റൻഷനാണ്, ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. അങ്ങനെ ആകാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ബീയിങ് റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച് ആയിരിക്കുന്ന ഈ അവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ആദ്യം പറയുന്ന ടു ബി എന്നത് ഫ്യൂച്ചറിലെ കാര്യം പറയുന്നു. അതേസമയം ബീയിങ് റിച്ച് എന്ന് ഉപയോഗിച്ചപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലെ, പ്രസൻറ്റ് ടൈമിലെ കാര്യമാണ് പറയുന്നത്. ബീയിങ് എ ടീച്ചർ ഈസ് റിവാർഡിങ്. ബീയിങ് എ ടീച്ചർ, അതായത് ടീച്ചറായിരിക്കുന്ന അവസ്ഥ വളരെ നല്ല ഒരവസ്ഥയാണ്. അത് പ്രസൻറ്റ് മൊമെൻ്റാണ്. ഐ വാണ്ട് ടു ബി എ ടീച്ചർ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിലെ കാര്യമാണ്. ഞാൻ ഒരു ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു എന്നായി. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ബീയിങ് ഉപയോഗിച്ചു, രണ്ടാമത്തെ സെൻറ്റൻസിൽ ടു ബി ഉപയോഗിച്ചു. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഐ ലൈക്ക് ടു ബി എൻകറേജ്ഡ്. ഞാൻ എൻകറേജ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. അതായത് മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അതാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം അതാണ്. ഐ ലൈക്ക് ടു ബി എൻകറേജ്ഡ്. അത് ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ്. പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. കാരണം മറ്റുള്ളവരാണ് എൻകറേജ് ചെയ്യേണ്ടത്. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഡിസ്കറേജ്ഡ്. എന്നെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഡിസ്കറേജ്ഡ്. അപ്പോൾ അതും ഫ്യൂച്ചറിലെ കാര്യം തന്നെ, പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. അവിടെ നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ഐ ആം ടയേർഡ് ഓഫ് ബീയിങ് ഡിസ്കറേജ്ഡ്. മറ്റുള്ളവർ എന്നെ ഡിസ്കറേജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ എന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടയേർഡ് ഓഫ് ബീയിങ് ഡിസ്കറേജ്. അതിൽ ഞാൻ വല്ലാതെ മടുത്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ വല്ലാതെ മടുപ്പ് തോന്നുന്നു. ഐ ആം ടയേർഡ് ഓഫ് ബീയിങ് ഡിസ്കറേജ്ഡ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്, ഫ്യൂച്ചറിലെ കാര്യം അല്ല. അതും പാസീവ് വോയിസിലെ സെൻറ്റൻസ് തന്നെ. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഡിസ്കറേജ്ഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫ്യൂച്ചറിലെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഡിസ്കറേജ് ചെയ്യപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ആം ടയേർഡ് ഓഫ് ബീയിങ് ഡിസ്കറേജ്ഡ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ്. ഇപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അതിൽ ഞാൻ മടുത്തിരിക്കുകയാണ് എന്നർത്ഥത്തിലാണ് പറയുന്നത്. അത് പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ്. ടു ബി ഓണസ്റ്റ് എന്ന് ഒരു ഫ്രേസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? പല ആളുകളും സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്. ടു ബി ഓണസ്റ്റ്. നമ്മൾ സാധാരണ മലയാളത്തിലാണെങ്കിൽ പോലും സത്യം പറയുകയാണെങ്കിൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്നൊക്കെ പറയില്ലേ? അത് ഒരു കാര്യം പറയുന്നതിന് ഒരു ആമുഖമായിട്ട് പറയുന്നതാണ് ടു ബി ഓണസ്റ്റ്. ടു ബി ഓണസ്റ്റ്, ഐ ഡിഡ്ന്റ് ലൈക്ക് ദ മൂവി. സത്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടില്ല. നോക്കൂ, ഐ ഡിഡ്ന്റ് ലൈക്ക് ദ മൂവി എന്ന് പറയുന്നതിന് പകരം അതിന് ഒരു ആമുഖം പറയുകയാണ് ടു ബി ഓണസ്റ്റ്, സത്യസന്ധമായി പറഞ്ഞാൽ എന്ന്. ടു ബി ഓണസ്റ്റ് എന്നല്ലാതെ ബീയിങ് ഓണസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലോ? ബീയിങ് ഓണസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി റിലേഷൻഷിപ്പ്. ഏതൊരു റിലേഷൻഷിപ്പിലായാലും ബീയിങ് ഓണസ്റ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യസന്ധമായി ഇരിക്കുക എന്ന ഒരു അവസ്ഥ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീയിങ് ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അതേസമയം ടു ബി ഓണസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഒരു കാര്യത്തിന് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നതിന്, കുറച്ചൊരു ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.